ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിദേശത്ത് നിന്നും വന്നാൽ സച്ചിയുടെ വണ്ടിയിൽ യാത്ര ചെയ്യാറുള്ള നീലിമ മാഡം വന്നു. സച്ചിക്ക് നല്ലൊരു കൂളിംഗ് ഗ്ലാസും വാങ്ങിക്കൊണ്ടാണ് ഇത്തവണ മാഡം വന്നത്. സച്ചി ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട് മാഡത്തിന്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തു. രേവതി മാർക്കറ്റിൽ പൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദേവു ആ സെൽഫി കണ്ട് ചേച്ചി ഇത് ആ പെണ്ണാ എന്ന് പറഞ്ഞ് സുധിയുടെ പൈസ പറ്റിച്ച കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതറിഞ്ഞതും ദേഷ്യപ്പെട്ട് സച്ചി ആ മാഡത്തിന്റെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നീലിമ തന്നെയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. നീ ചതിച്ച സുധി എന്റെ ഏട്ടനാ എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് തന്ന കാശ് ഞാൻ മുന്നേ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്ത കാശിന്റെ കാര്യം എന്റെ വീട്ടിൽ വന്നെന്ന് പറയണം എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി നേരെ വീട്ടിൽ വന്ന് ടേബിൾ എടുത്ത് പ്രതിക്കൂട്ടിൽ സുധിയെ നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ സുധിയും ശ്രുതിയും ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. ഇത് കണ്ടിട്ട് സച്ചി ദേഷ്യം സഹിക്കാനാവുന്നില്ല. ഞാൻ സാക്ഷിയെ വിളിക്കട്ടെ എന്ന് ചോദിച്ച് നീലിമേ എന്ന് വിളിച്ചതും നീലിമ കൊടുങ്കാറ്റു പോലെ വന്ന് എല്ലാ സത്യങ്ങളും പറയുന്നു. 50 ലക്ഷം മാത്രമല്ല, അതിന്റെ പലിശയും ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പലിശ വേണമെന്ന് പറഞ്ഞത് ദേ ഇവളാ എന്ന് ശ്രുതിയെ ചൂണ്ടി പറയുന്നു. അത് കേട്ടതും ശ്രുതിയും ശ്വാസം പോയി കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു. ചന്ദ്രമതി സുധിയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചപ്പോൾ പേടിച്ചു കുറച്ച് ഇതെല്ലാം ശ്രുതിയുടെ ഐഡിയയാണ് എന്ന് പറയുന്നു സുധി. ചന്ദ്രമതി സുധിയുടെ പിടുത്തം വിട്ട് ശ്രുതിയെ പൊതിരെ തല്ലി. ഇതൊക്കെ കണ്ട് ആകെ മരവിച്ചു നിൽക്കുന്ന രേവതിയെ സച്ചി ചേർത്ത് പിടിക്കുന്നു. ചില്ലുകൊട്ടാരം പോലെ ശ്രുതി കെട്ടി ഉയർത്തിയ എല്ലാ കള്ളത്തരങ്ങളും അതോടെ പൊളിയുന്നു. അപ്പോഴും നന്മമരമായി നമ്മുടെ സച്ചിയും രേവതിയും നിലകൊള്ളുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.